ഇന്ത്യൻ റെയിൽവേ കേവലം ഒരു ഗതാഗത സംവിധാനം മാത്രമല്ല, മറിച്ച് കോടിക്കണക്കിന് മനുഷ്യരുടെ നിത്യജീവിതവുമായി അവിഭാജ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രാജ്യത്തിന്റെ ജീവനാഡിയാണ്. ദിനംപ്രതി ലക്ഷക്കണക്കിന് യാത്രക്കാരാണ് തങ്ങളുടെ ഉപജീവനത്തിനും ഔദ്യോഗിക ആവശ്യങ്ങൾക്കുമായി ട്രെയിനുകളെ ആശ്രയിക്കുന്നത്. എന്നാൽ ഇത്രയും വലിയൊരു ജനവിഭാഗം യാത്ര ചെയ്യുന്ന ഈ പൊതു സംവിധാനത്തിൽ സുരക്ഷിതവും സമാധാനപരവുമായ ഒരു യാത്രാ സംസ്കാരം ഉറപ്പുവരുത്തുക എന്നത് റെയിൽവേ മന്ത്രാലയത്തെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും കനത്ത വെല്ലുവിളിയാണ്. ടിക്കറ്റില്ലാത്ത യാത്രകൾ, സുരക്ഷാ മാനദണ്ഡങ്ങളുടെ ലംഘനം, സഹയാത്രികർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ എന്നിവ പലപ്പോഴും റെയിൽവേയുടെ സുഗമമായ പ്രവർത്തനത്തെയും മറ്റ് യാത്രക്കാരുടെ സമാധാനത്തെയും ദോഷകരമായി ബാധിക്കാറുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് നിയമലംഘകർക്കെതിരെ കർശനമായ നടപടികളുമായി ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. റെയിൽവേ മന്ത്രാലയത്തിന്റെ 2026 ജൂൺ 19 പ്രത്യേക ഗസറ്റ് വിജ്ഞാപന പ്രകാരം നിലവിലുള്ള റെയിൽവേ ആക്ടിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. 2026 ജനവിശ്വാസ് ആക്ടിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ റെയിൽവേ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത്. വരാനിരിക്കുന്ന 2026 ജൂലൈ 1 മുതൽ പുതിയ നിയമങ്ങളും വർദ്ധിപ്പിച്ച പിഴകളും പൂർണ്ണതോതിൽ പ്രാബല്യത്തിൽ വരുന്നതോടെ യാത്രക്കാർ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം ഒരൊറ്റ അശ്രദ്ധ കൊണ്ട് നിങ്ങളുടെ പോക്കറ്റ് കീറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നിയമങ്ങൾ കർശനമാക്കുന്നതിലൂടെ കൂടുതൽ അച്ചടക്കമുള്ളതും സുരക്ഷിതവുമായ യാത്രാ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പുതിയ നിയമ ഭേദഗതികളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും സാധാരണക്കാരായ യാത്രക്കാരെ നേരിട്ട് ബാധിക്കുന്നതുമായ മാറ്റം വന്നിരിക്കുന്നത് ടിക്കറ്റില്ലാതെ യാത്ര ചെയ്യുന്നവർക്കുള്ള ശിക്ഷാ നടപടികളിലാണ്. 1989 റെയിൽവേ ആക്ടിലെ 137, 138 എന്നീ വകുപ്പുകൾ പ്രകാരം ഇതുവരെ ഈടാക്കിയിരുന്ന കുറഞ്ഞ പിഴ തുകയായ 250 രൂപ ഇനി മുതൽ 500 രൂപയായി ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇതിനർത്ഥം കൃത്യമായ ടിക്കറ്റില്ലാതെ ട്രെയിനിൽ പിടിക്കപ്പെട്ടാൽ യഥാർത്ഥ യാത്രാക്കൂലിക്ക് പുറമെ കുറഞ്ഞത് 500 രൂപയെങ്കിലും അധിക പിഴയായി നൽകേണ്ടി വരുമെന്നാണ്. ഇതിൽ യാത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന വശമുണ്ട്. ഒരു യാത്രക്കാരൻ ഏത് സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിനിൽ കയറിയത് എന്ന കാര്യത്തിൽ ടിക്കറ്റ് പരിശോധകർക്ക് വ്യക്തത നൽകാൻ സാധിച്ചില്ലെങ്കിൽ ആ ട്രെയിൻ അതിന്റെ സർവീസ് ആരംഭിച്ച ആദ്യത്തെ സ്റ്റേഷൻ മുതലുള്ള മുഴുവൻ ചാർജും ഈടാക്കാൻ റെയിൽവേക്ക് നിയമപരമായ അധികാരമുണ്ട്. മറ്റൊരാളുടെ പേരിൽ റിസർവ് ചെയ്ത ടിക്കറ്റ് ദുരുപയോഗം ചെയ്ത് യാത്ര ചെയ്യുന്ന പ്രവണതയ്ക്കും ഇനി കനത്ത തിരിച്ചടിയുണ്ടാകും. അത്തരം യാത്രക്കാരുടെ ടിക്കറ്റുകൾ ഉടനടി റദ്ദാക്കുകയും ടിക്കറ്റ് നിരക്കിനൊപ്പം 500 രൂപയിൽ കുറയാത്ത അധിക തുക പിഴയായി ഈടാക്കുകയും ചെയ്യും. ടിക്കറ്റ് പരിശോധകർ ആവശ്യപ്പെടുന്ന പിഴയോ യാത്രാക്കൂലിയോ നൽകാൻ വിസമ്മതിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്താൽ ശക്തമായ കോടതി നടപടികൾ നേരിടേണ്ടിയും വരും. കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയാൽ തുക ഈടാക്കുന്നതിനൊപ്പം 6 മാസം വരെ തടവോ അല്ലെങ്കിൽ കോടതി ചുമത്തുന്ന 2000 രൂപ വരെയുള്ള പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ശിക്ഷയായി ലഭിക്കാൻ പുതിയ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. റെയിൽവേ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം സെൻട്രൽ റെയിൽവേ സോണിൽ മാത്രം കഴിഞ്ഞ മെയ് മാസത്തിൽ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത 5 ലക്ഷത്തിലധികം യാത്രക്കാരിൽ നിന്നായി 40 കോടിയിലധികം രൂപയാണ് പിഴയായി ഈടാക്കിയത്. ഈ വൻതുക സൂചിപ്പിക്കുന്നത് ടിക്കറ്റില്ലാ യാത്രകൾ റെയിൽവേയുടെ വരുമാനത്തെ എത്രത്തോളം ദോഷകരമായി ബാധിക്കുന്നുണ്ട് എന്നാണ്. അതിനാലാണ് ഇത്തരം കടുത്ത നടപടികളിലേക്ക് കടക്കാൻ അധികൃതർ നിർബന്ധിതരായത്. ട്രെയിൻ യാത്രകളിൽ സ്ത്രീകളുടെ സുരക്ഷിതത്വവും സ്വകാര്യതയും ഉറപ്പാക്കുക എന്നത് റെയിൽവേ നേരിടുന്ന മറ്റൊരു വലിയ സുരക്ഷാ വെല്ലുവിളിയാണ്. ദീർഘദൂര ട്രെയിനുകളിലും സബർബൻ ലോക്കൽ ട്രെയിനുകളിലും സ്ത്രീകൾക്കായി പ്രത്യേക സംവരണം ചെയ്തിട്ടുള്ള കോച്ചുകളിൽ പുരുഷന്മാർ അതിക്രമിച്ചു കയറുന്നതിനെതിരെ യാത്രക്കാരിൽ നിന്നും നിരവധി പരാതികൾ നിരന്തരം ഉയർന്നു വരാറുണ്ട്. തിരക്കുള്ള സമയങ്ങളിൽ ലേഡീസ് കോച്ചുകളിൽ പുരുഷന്മാർ പ്രവേശിക്കുന്നത് സ്ത്രീകളുടെ യാത്ര ദുഷ്കരമാക്കുന്നു. ഇതിന് ശാശ്വതമായ പരിഹാരമെന്നോണം ലേഡീസ് കോച്ചുകളിലെ നിയമലംഘനങ്ങൾ തടയാൻ റെയിൽവേ കടുത്ത വ്യവസ്ഥകൾ കൊണ്ടുവന്നിട്ടുണ്ട്. സ്ത്രീകളുടെ സുരക്ഷയും യാത്രാ സൗകര്യവും കൂടുതൽ ഉറപ്പാക്കുന്നതിനായി ലേഡീസ് കോച്ചുകളിൽ നിയമലംഘനം നടത്തുന്ന പുരുഷന്മാർക്ക് ഇനി മുതൽ 2500 രൂപ വരെ പിഴ ചുമത്താൻ പുതിയ ഭേദഗതിയിലൂടെ റെയിൽവേക്ക് അധികാരം ലഭിച്ചിരിക്കുന്നു. കനത്ത പിഴ ഈടാക്കുന്നതിന് പുറമെ നിയമം ലംഘിക്കുന്ന പുരുഷന്മാരെ ട്രെയിനിൽ നിന്ന് ഉടനടി ഇറക്കി വിടുകയും ചെയ്യും. ഈ പുതിയ നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പിലാക്കുന്നതിനായി പ്രധാന നഗരങ്ങളിലെ ലോക്കൽ ട്രെയിനുകളിലും തിരക്കേറിയ റെയിൽവേ റൂട്ടുകളിലും പ്രത്യേക ഫ്ലൈയിംഗ് സ്ക്വാഡുകളെയും വനിതാ RPF ഉദ്യോഗസ്ഥരെയും റെയിൽവേ വിന്യസിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സ്ത്രീകളുടെ അവകാശങ്ങളെ മാനിക്കാനും അവർക്ക് ഭയരഹിതമായ യാത്രാ സൗകര്യമൊരുക്കാനും ഈ കടുത്ത പിഴശിക്ഷ സഹായിക്കുമെന്നാണ് അധികൃതർ വിലയിരുത്തുന്നത്. പിഴയടയ്ക്കാൻ തയ്യാറാകാത്തവർക്കെതിരെ ആവശ്യമായ സാഹചര്യത്തിൽ മറ്റ് നിയമ നടപടികളും കേസും രജിസ്റ്റർ ചെയ്യുമെന്ന് റെയിൽവേ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ട്രെയിനുകളിലും റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിലും പുകവലിക്കുന്നതും മദ്യപിക്കുന്നതും സഹയാത്രികർക്ക് വലിയ അസ്വസ്ഥതയുണ്ടാക്കുന്ന കാര്യമാണ്. അതിലുപരിയായി ട്രെയിനുകൾ പോലെയുള്ള അടഞ്ഞ ഇടങ്ങളിൽ പുകവലിക്കുന്നത് വലിയൊരു തീപിടുത്ത സാധ്യതയിലേക്കും ദുരന്തങ്ങളിലേക്കും വഴിവെച്ചേക്കാം. മുൻപ് ട്രെയിനിൽ പുകവലിച്ചാൽ ഈടാക്കിയിരുന്ന പിഴ വെറും 100 രൂപ മാത്രമായിരുന്നു. എന്നാൽ പുതിയ പരിഷ്കാരങ്ങൾ അനുസരിച്ച് ഇത് 2000 രൂപയായി റെയിൽവേ കുത്തനെ ഉയർത്തിയിരിക്കുകയാണ്. 20 മടങ്ങ് വർധനവാണ് ഈ ഒരൊറ്റ കാര്യത്തിൽ റെയിൽവേ വരുത്തിയിരിക്കുന്നത് എന്നത് ഈ നിയമലംഘനത്തെ റെയിൽവേ എത്രത്തോളം ഗൗരവത്തോടെയാണ് കാണുന്നത് എന്ന് വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ ട്രെയിനിലോ റെയിൽവേ സ്റ്റേഷനുകളിലോ മദ്യപിച്ച് അസഭ്യം പറയുകയോ ബഹളം വയ്ക്കുകയോ യാത്രക്കാരെ ശാരീരികമായോ
മാനസികമായി ബുദ്ധിമുട്ടിക്കുകയോ ചെയ്താൽ മുൻപുണ്ടായിരുന്ന 500 രൂപ പിഴത്തുക ഇനി മുതൽ 1000 രൂപയായി വർദ്ധിപ്പിക്കും. ഇത്തരം അച്ചടക്ക ലംഘനങ്ങൾ നടത്തുന്നവരെ ട്രെയിനിൽ നിന്നോ റെയിൽവേ പരിസരങ്ങളിൽ നിന്നോ ഉടനടി പുറത്താക്കാനും കൂടുതൽ ഗുരുതരമായ സാഹചര്യങ്ങളിൽ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കാനും പുതിയ നിയമത്തിൽ വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട്. യാത്രക്കാരുടെ സമാധാനപരമായ യാത്രയ്ക്ക് ഭംഗം വരുത്തുന്ന യാതൊരു പ്രവൃത്തിയും അനുവദിക്കില്ലെന്ന നിലപാടിലാണ് റെയിൽവേ മന്ത്രാലയം. ട്രെയിൻ യാത്രക്കിടയിലും റെയിൽവേ പ്ലാറ്റ്ഫോമുകളിലും കൃത്യമായ ലൈസൻസോ അനുമതിയോ ഇല്ലാതെ കച്ചവടം നടത്തുന്നതും ഭിക്ഷാടനം നടത്തുന്നതും യാത്രക്കാരുടെ സുഗമമായ സഞ്ചാരത്തിന് വലിയൊരു തടസ്സമാണ്. പലപ്പോഴും ഇത്തരം അനധികൃത കച്ചവടക്കാർ ട്രെയിനിലെ ശുചിത്വത്തെ ബാധിക്കുകയും യാത്രക്കാർക്ക് ശല്യമായി മാറുകയും ചെയ്യാറുണ്ട്. പുതിയ ഭേദഗതി പ്രകാരം ഇത്തരം അനധികൃത കച്ചവടങ്ങൾക്കോ ഭിക്ഷാടനത്തിനോ റെയിൽവേ പരിസരത്ത് പിടിയിലായാൽ 2000 രൂപയാണ് പിഴയൊടുക്കേണ്ടി വരിക. ഇതേ കുറ്റം തന്നെ ആവർത്തിച്ച് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ 1 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാനും പുതിയ പരിഷ്കരിച്ച നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. പ്ലാറ്റ്ഫോമുകളിലൂടെയും ട്രാക്കുകളിലൂടെയുമുള്ള അനധികൃത പ്രവേശനമാണ് റെയിൽവേയിൽ സംഭവിക്കുന്ന വലിയ അപകടങ്ങൾക്കും കാരണമാകുന്നത്. റെയിൽവേ ട്രാക്കുകളിലോ അനധികൃതമായി പ്ലാറ്റ്ഫോമുകളിലോ പ്രവേശിക്കുന്നത് കണ്ടെത്തിയാൽ കുറഞ്ഞത് 500 രൂപ പിഴ ഈടാക്കും. എന്നാൽ റെയിൽവേ ട്രാക്കുകളിലും മറ്റ് നിയന്ത്രിത റെയിൽവേ മേഖലകളിലും അതിക്രമിച്ച് പ്രവേശിച്ചാൽ പിഴത്തുക 5000 രൂപ വരെയായി ഉയരുമെന്ന കാര്യത്തിൽ സംശയമില്ല. വലിയ അപകടങ്ങൾ ഒഴിവാക്കാനും ട്രെയിനുകളുടെ കൃത്യനിഷ്ഠ ഉറപ്പാക്കാനും ട്രാക്കുകളിലെ സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് റെയിൽവേ വ്യക്തമാക്കുന്നുണ്ട്. അനധികൃതമായി ട്രാക്കുകളിൽ ഇറങ്ങുന്നവർ സ്വന്തം ജീവൻ അപകടത്തിലാക്കുന്നതിനോടൊപ്പം റെയിൽവേയുടെ പ്രവർത്തനങ്ങളെയും തകിടം മറിക്കുകയാണ് ചെയ്യുന്നത്. റെയിൽവേ യാത്രയിൽ ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണിയാകുന്നത് നിരോധിതമോ അപകടകരമായ വസ്തുക്കളുടെ കടത്താണ്. സ്ഫോടക വസ്തുക്കൾ, എളുപ്പത്തിൽ തീപിടിക്കുന്ന ഇന്ധനങ്ങൾ, പടക്കങ്ങൾ, ഗ്യാസ് സിലിണ്ടറുകൾ അല്ലെങ്കിൽ മറ്റ് നിരോധിത രാസവസ്തുക്കൾ എന്നിവ ട്രെയിനുകളിൽ കൊണ്ടുപോകുന്നത് നൂറുകണക്കിന് നിരപരാധികളായ യാത്രക്കാരുടെ ജീവന് ഭീഷണിയാണ്. റെയിൽവേ ആക്ടിലെ പരിഷ്കരിച്ച 165 വകുപ്പ് പ്രകാരം ഇത്തരം വസ്തുക്കൾ ട്രെയിനിൽ കൊണ്ടുപോകുന്നത് കണ്ടെത്തിയാൽ കുറഞ്ഞത് 10,000 രൂപ പിഴയും കടുത്ത നിയമ നടപടികളും നേരിടേണ്ടി വരും. കൂടാതെ ഇത്തരത്തിൽ അപകടകരമായ വസ്തുക്കൾ കൊണ്ടുപോകുന്നത് മൂലം റെയിൽവേക്കോ യാത്രക്കാർക്കോ എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടമോ നാശനഷ്ടങ്ങളോ ഉണ്ടായാൽ അതിന്റെ പൂർണ്ണമായ സാമ്പത്തിക ബാധ്യതയും കുറ്റക്കാരനായ വ്യക്തി വഹിക്കേണ്ടി വരും. ഈ പിഴയടയ്ക്കാൻ തയ്യാറാകാത്ത പക്ഷം 1 വർഷം വരെ തടവ് ശിക്ഷയോ അല്ലെങ്കിൽ വലിയ തുക കോടതി പിഴയോ ലഭിക്കാൻ പുതിയ നിയമത്തിൽ കടുത്ത വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യാത്രാവേളകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വലിയ ദുരന്തങ്ങൾ മുൻകൂട്ടി കണ്ട് തടയുന്നതിനാണ് ഈ കടുത്ത സാമ്പത്തിക ശിക്ഷ റെയിൽവേ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ പുതിയ പരിഷ്കാരങ്ങൾ ആദ്യനോട്ടത്തിൽ പൊതുജനങ്ങൾക്ക് വലിയൊരു സാമ്പത്തിക ഭാരമായി തോന്നാമെങ്കിലും ഇതിന്റെ ആത്യന്തികമായ ലക്ഷ്യം യാത്രക്കാരുടെ സുരക്ഷയും റെയിൽവേയുടെ കാര്യക്ഷമമായ നടത്തിപ്പുമാണ്. നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്ന ഒരു സാധാരണ യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ വർദ്ധിപ്പിച്ച പിഴകൾ ഒരു തരത്തിലും ഭയപ്പെടേണ്ട കാര്യമില്ല. മറിച്ച് ടിക്കറ്റ് എടുക്കാതെയും റെയിൽവേ നിയമങ്ങൾ കാറ്റിൽ പറത്തിയും യാത്ര ചെയ്യുന്നവർക്ക് ഇതൊരു കനത്ത താക്കീതാണ് നൽകുന്നത്. റെയിൽവേ നൽകുന്ന വിപുലമായ സേവനങ്ങൾ കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും അധികൃതരുമായി പൂർണ്ണമായും സഹകരിക്കുകയും ചെയ്യുക എന്നത് ഉത്തരവാദിത്തമുള്ള ഓരോ പൗരന്റെയും കടമയാണ്. ട്രെയിൻ യാത്രകൾ കൂടുതൽ സുരക്ഷിതവും സുഗമവും സമാധാനപരവുമാക്കാൻ ഈ പുതിയ നിയമങ്ങൾ വലിയൊരു പങ്ക് വഹിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല. അതിനാൽ വരാനിരിക്കുന്ന ജൂലൈ 1 മുതൽ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് കൃത്യമായി ടിക്കറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക. റെയിൽവേ നിയമങ്ങൾ കർശനമായി പാലിക്കുക. നിങ്ങളുടെയും സഹയാത്രികരുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.